ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. നമുക്ക് LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്ത് വരികയാണ് എന്നറിയാം. അപ്പോൾ നമ്മുടെ സിലബസിൽ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് പേജ് വ്യൂസ്. അപ്പോൾ ഈ പേജ് വ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇക്കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ക്ലാസ് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് കഴിഞ്ഞ ആഴ്ച വരെ ചോദിച്ച PSC പരീക്ഷകൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പേജ് വ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്തായാലും പഠിക്കണം. സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഈസി ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ പേജ് വ്യൂസ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള പേജ് വ്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. Microsoft Word offers several views that help users work with documents in different ways depending on the task they are performing. ഒരു യൂസർ ഒരു ഡോക്യുമെന്റിൽ പെർഫോം ചെയ്യുന്ന ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വ്യൂസ് മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഡോക്യുമെന്റിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള റിക്വയർമെന്റ്സ് ഉണ്ടാവും അല്ലേ. റിവ്യൂയിങ് ഉണ്ടാവും, സാധാരണ റീഡിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ വെബ് ബ്രൗസറിലേക്ക് ഈ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സമയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യസ്ത വ്യൂസ് സ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യൂസ് മാറ്റി മാറ്റി നോക്കുവാനായിട്ട് സാധിക്കും. അതിനെയാണ് പേജ് വ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പേജ് വ്യൂസ് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക, MS വേർഡിൽ വ്യൂ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാബ് ഉണ്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ആ വ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 5 തരത്തിലുള്ള വ്യൂസ് നമുക്ക് കാണാം, 5 തരത്തിലുള്ള വ്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വ്യത്യസ്ത വ്യൂസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വ്യൂസ് മാറ്റി കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വ്യൂസ്, പേജ് വ്യൂസ് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഏത് ടാബിൽ നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുക വ്യൂ ടാബ് കേട്ടോ. വ്യൂ ടാബിനകത്ത് വ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് മോഡ്, പ്രിന്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ് എന്നീ വ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള വ്യൂസ് ആണ് MS വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? റീഡ് മോഡ്, പ്രിന്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈന്, ഡ്രാഫ്റ്റ്. ഇത്രയും വ്യൂസ് ആണ് പ്രധാനമായിട്ടും MS വേർഡിൽ ലഭ്യമായിട്ടുള്ള വ്യൂകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് പ്രിന്റ് ലേഔട്ട് വ്യൂ നമുക്ക് നോക്കാം. പ്രിന്റ് ലേഔട്ട് വ്യൂവിനെ നമുക്ക് ഡിഫോൾട്ട് വ്യൂ എന്ന് പറയാം കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് കാണാൻ സാധിക്കുന്ന വ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, പ്രിന്റ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വ്യൂസ് ഒന്നും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണിച്ചു തരുന്ന വ്യൂസിനെ പ്രിന്റ് ലേഔട്ട് വ്യൂ എന്ന് പറയാം. പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ്? പ്രിന്റ് ലേഔട്ട് വ്യൂവിന്റെ ഷോസ് ദ ഡോക്യുമെന്റ് ആസ് ഇറ്റ് വിൽ അപ്പിയർ വെൻ പ്രിന്റഡ്. നമ്മളൊരു ഡോക്യുമെന്റിനെ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക, ആ ഒരു സെയിം പാറ്റേണിൽ അല്ലെങ്കിൽ സെയിം ഫോർമാറ്റിലും രൂപത്തിലും ഭാവത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ നമ്മുടെ ഡോക്യുമെന്റിനെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ് മാർജിൻസ്, ഹെഡേഴ്സ് ഓർ ഫൂട്ടേഴ്സ്, പേജ് ബ്രേക്സ്, ഐഡിയൽ ഫോർ ഫോർമാറ്റിംഗ് ആൻഡ് പ്രിവ്യൂയിങ് പ്രിന്റഡ് ഔട്ട്പുട്ട് കേട്ടോ. അതായത് നമ്മുടെ ഡോക്യുമെന്റിനകത്തുള്ള മാർജിൻസ്, നമ്മൾ ഉണ്ടാക്കിയ ഹെഡറും ഫൂട്ടർ, പേജ് ബ്രേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എലമെന്റുകളാണോ ആ ഷീറ്റുകൾക്കകത്ത് വരുന്നത്, അതെല്ലാം പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നതും ടൈപ്പ് ചെയ്യുന്നതും എല്ലാം പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ വെച്ചുകൊണ്ടായിരിക്കും. പ്രിന്റ് ലേഔട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിന്റെ ഡിഫോൾട്ട് വ്യൂ ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ദെൻ ഇതിന്റെ കോമൺ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്, ഇൻസേർട്ടിംഗ് ഇമേജസ്, ടേബിൾസ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ എഡിറ്റിങ്സും ഫോർമാറ്റിങ്സും ഇമേജസ്, ടേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് ലേഔട്ട് വ്യൂ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. സോ
പ്രിന്റ് ലേഔട്ട് വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഡിഫോൾട്ടായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഡിഫോൾട്ട് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇക്കഴിഞ്ഞ ആഴ്ച നടത്തിയ PSC പരീക്ഷയ്ക്ക് പോലും ഈ വ്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വ്യൂ എന്ന് പറയുന്നത് വെബ് ലേഔട്ട് വ്യൂ ആണ് കേട്ടോ. വെബ് ലേഔട്ട് വ്യൂ. വെബ് ലേഔട്ട് വ്യൂവിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഡിസ്പ്ലേസ് ദ ഡോക്യുമെന്റ് ആസ് ഇറ്റ് വുഡ് അപ്പിയർ ഇൻ എ വെബ് ബ്രൗസർ. ഒരു വെബ് ബ്രൗസറിനകത്ത് അല്ലെങ്കിൽ ഒരു വെബ് പേജിനകത്ത് നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെയാണോ കാണാൻ സാധിക്കുക, ആ ഒരു സെയിം ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മൈക്രോസോഫ്റ്റ് വേർഡിലെ വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഡോക്യുമെന്റ് ഒരു വെബ് ബ്രൗസറിൽ, അതായത് ഗൂഗിൾ ക്രോമിലോ മോസില്ല ഫയർഫോക്സിലോ ഒരു വെബ് പേജിന്റെ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക, ആ ഒരു സെയിം ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്ലോ, നോ പേജ് ബ്രേക്സ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 10 പേജ് ഉണ്ടെങ്കിൽ ആ 10 പേജും ഒരൊറ്റ വെബ് പേജിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 10 പേജിനകത്ത് കിടക്കുന്ന കണ്ടൻസും കണ്ടിന്യൂസ് ആയിട്ടും തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അവിടെ പേജ് ബ്രേക്ക് ഒന്നും എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ദെൻ ഗുഡ് ഫോർ ഡിസൈനിങ് വെബ് പേജസ് ഓർ ഓൺലൈൻ ഡോക്യുമെന്റ്സ്. അപ്പോൾ ഓൺലൈൻ ഡോക്യുമെന്റ് ഡിസൈൻ ചെയ്യുവാനോ അല്ലെങ്കിൽ വെബ് പേജുകൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുവാനോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് പർപ്പസ്? ഡിസ്പ്ലേസ് ദ ഡോക്യുമെന്റ് ആസ് ഇറ്റ് വുഡ് അപ്പിയർ ഇൻ എ വെബ് ബ്രൗസർ. ഒരു വെബ് ബ്രൗസറിനകത്ത് എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പേജ് ബ്രേക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. വെബ് പേജിനകത്ത് ഈ കണ്ടന്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തല്ലേ നോക്കുന്നത്, പേജ് ബൈ പേജ് ആയിട്ടായിരിക്കത്തില്ലല്ലോ അല്ലേ. ഒരു ഒറ്റ പേജിനകത്ത് കുറേ കണ്ടന്റുകൾ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 10 പേജിനകത്ത് MS വേർഡിൽ ചെയ്യുന്ന കണ്ടന്റുകളെ നമുക്കൊരു ഒറ്റ പേജിൽ ഈ വെബ് ലേഔട്ട് വ്യൂ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുവാനും അല്ലെങ്കിൽ വെബ് പേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കുവാനും ഒക്കെ നമുക്ക് വെബ് ലേഔട്ട് വ്യൂ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ കോമൺ യൂസ് എന്തൊക്കെയാണ്? ക്രിയേറ്റിംഗ് ബ്ലോഗ് പോസ്റ്റ്, വെബ് കണ്ടന്റ് ഓർ ഓൺലൈൻ റിപ്പോർട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വ്യൂ ആണ് റീഡ് മോഡ് അല്ലെങ്കിൽ റീഡിംഗ് മോഡ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഒപ്റ്റിമൈസസ് ദ ഡോക്യുമെന്റ് ഫോർ റീഡിംഗ് ഓൺ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമ്മുടെ ഡോക്യുമെന്റ് വായിക്കുവാനായിട്ട്, വ്യക്തമായിട്ട് ഡോക്യുമെന്റിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും വായിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് റീഡ് മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്യുമെന്റിനെ റീഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ മുഴുവനും ഫിറ്റായി നിൽക്കുന്ന രീതിയിൽ, ഒരു സിംഗിൾ സ്ക്രീനിൽ അറ്റ് എ ടൈം 2 പേജ് മുഴുവനും ഫിറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡോക്യുമെന്റിനെ കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മുടെ ടൂൾ ബാറൊക്കെ അങ്ങ് ഹൈഡായി പോകും. ഡോക്യുമെന്റ് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കുക, മോണിറ്ററിന്റെ സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇതാണ് റീഡ് മോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്റ്റിമൈസസ് ദ ഡോക്യുമെന്റ് ഫോർ റീഡിംഗ് ഓൺ സ്ക്രീൻ. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈഡ്സ് മോസ്റ്റ് എഡിറ്റിംഗ് ടൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വേർഡിനകത്തുള്ള എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ മറഞ്ഞു പോകും. അതിന് പകരം നമ്മുടെ ഡോക്യുമെന്റ് ആയിരിക്കും സ്ക്രീൻ നിറയെ അല്ലെങ്കിൽ സ്ക്രീനിൽ ഫിറ്റായിട്ട് മുഴുവൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. പേജസ് ആർ ഷോൺ സൈഡ് ബൈ സൈഡ് ഓർ ഇൻ കോളംസ്, അലോ സൂമിങ്, സെർച്ചിങ് ആൻഡ് കമൻറ്റിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോളംസിൻ്റെ രൂപത്തിൽ സൈഡ് ബൈ സൈഡ് ആയിട്ടായിരിക്കും ഡോക്യുമെൻറ്റുകൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിനകത്തുള്ള ഓരോ സെൻറ്റൻസുകളും നമുക്ക് സൂം ചെയ്ത് വായിക്കുവാനായിട്ട് സാധിക്കും. ആവശ്യമായിട്ടുള്ള കീവേഡുകൾ സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സജഷൻസ് നമുക്ക് കമൻസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുവാനും സാധിക്കും കേട്ടോ. ഇതാണ് റീഡ് മോഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കോമൺ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂവിങ് ഡോക്യുമെൻറ്റ്സ്, അത് എസ്പെഷ്യലി ഓൺ ടാബ്ലറ്റ്സ് ഓർ സ്മാൾ സ്ക്രീൻസ്. അപ്പോൾ ചെറിയ സ്ക്രീൻസിൽ, ഇപ്പോൾ മൊബൈൽ സ്ക്രീനിലോ ടാബ്ലറ്റിലൊക്കെയോ നമ്മൾ ഡോക്യുമെന്റ് വായിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിവ്യൂസ് നടത്തുവാനായിട്ട് സാധിക്കും. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസ് ആയിട്ട് അതിനകത്ത് രേഖപ്പെടുത്തുവാനായിട്ടും സാധിക്കും കേട്ടോ. ഇതാണ് റീഡ് മോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ മുഴുവൻ സ്ക്രീനിൽ ഫിറ്റായിട്ട് നിർത്തിക്കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത്? റീഡ് മോഡ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ കേട്ടോ. ഔട്ട്ലൈൻ വ്യൂവിൻ്റെ പർപ്പസ് എന്താണ്? ഷോസ് ദ ഡോക്യുമെന്റ് സ്ട്രക്ചർ ഇൻ ലെവൽസ് യൂസിങ് ഹെഡിങ്സ്.
ഒരു ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരുവാനായിട്ട്, അതായത് ഹെഡിങ്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഹെഡിങ്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ മുഴുവൻ സ്ട്രക്ചറും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. ആ ഒരു ഔട്ട്ലൈൻ വ്യൂ കാണുമ്പോൾ തന്നെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കൊളാപ്സിബിൾ ഹെഡിങ്സ്, അതായത് പ്രധാനപ്പെട്ട ഹെഡിങ്സ് നമുക്കറിയാമല്ലോ, നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ഹെഡിങ്സിനെയും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. അപ്പോൾ ആ ഹെഡിങ്സ് നോക്കിക്കൊണ്ട് ഒരു കൃത്യമായിട്ടൊരു പോയിന്റ് ഏതാണെന്നും ആ പോയിന്റിനകത്തുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. നമ്മുടെ ആക്ച്വൽ ഡോക്യുമെൻ്റ് മുഴുവൻ വായിക്കാതെ തന്നെ ഒരു ഔട്ട്ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ ഈസി ടു റീഓർഗനൈസ് കണ്ടന്റ് ബൈ ഡ്രാഗിങ് ഹെഡിങ്സ്. അപ്പോൾ ഹെഡിങ്സിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റുകളെ റീഓർഗനൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും. കോമൺ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ് ലാർജ് ഡോക്യുമെന്റ്സ്, ക്രിയേറ്റിംഗ് റിപ്പോർട്ട്സ്, ബുക്സ്. അപ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് പ്ലാൻ ചെയ്യുവാനും വലിയ ഡോക്യുമെന്റുകളെ ഓർഗനൈസ് ചെയ്യുവാനും റിപ്പോർട്ടുകളും ബുക്സൊക്കെ ക്രിയേറ്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ ആ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വ്യൂ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് വ്യൂ. ഡ്രാഫ്റ്റ് വ്യൂവിനെ പഴയ വെർഷൻസിലെല്ലാം നോർമൽ വ്യൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഡ്രാഫ്റ്റ് വ്യൂ അല്ലെങ്കിൽ നോർമൽ വ്യൂ. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഫോക്കസസ് ഓൺ ടെക്സ്റ്റ് എഡിറ്റിംഗ് വിത്തൗട്ട് ലേഔട്ട് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരട് രൂപം, നമ്മൾ ഉണ്ടാക്കുന്ന ആക്ച്വൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കരട് രൂപം. ആക്ച്വൽ ഡോക്യുമെൻ്റ്, ഫൈനൽ ഡോക്യുമെൻ്റ് ഇറക്കുന്നതിന് മുന്നേ കൂടുതൽ എഡിറ്റിങ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഡോക്യുമെൻ്റ് നമുക്ക് തിരുത്തേണ്ടതായിട്ട് വരും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലേഔട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർമാറ്റ്, അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ്, മറ്റുള്ള മാർജിൻസ്, ബോർഡേഴ്സ്, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്ച്വൽ ക്യാരക്ടേഴ്സ് മാത്രം കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള കണ്ടന്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഡ്രാഫ്റ്റ് വ്യൂ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കരട് രൂപം കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മനസ്സിലാക്കുക. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഹെഡർ, ഫൂട്ടർ, മാർജിൻസ്, ഗ്രാഫിക്സ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഡ്രാഫ്റ്റ് വ്യൂവിൽ കാണാൻ സാധിക്കില്ല. ഓൺലി ടെക്സ്ച്വൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഡ്രാഫ്റ്റ് വ്യൂവിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഓരോ വ്യൂസും പറഞ്ഞപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞ വാക്കുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതൊക്കെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നത് കേട്ടോ. ദെൻ ഫാസ്റ്റർ പെർഫോമൻസ് ഫോർ ലാർജ് ഡോക്യുമെൻറ്റ്സ്. വലിയ ഡോക്യുമെൻറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കോമൺ യൂസ് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ ക്വിക്ക് എഡിറ്റിംഗ്, ലോങ് ഡോക്യുമെന്റ് വർക്ക്, ബൾക്ക് ടെക്സ്റ്റ് എൻട്രി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഡ്രാഫ്റ്റ് വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് വരുന്ന MS വേർഡിൽ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് വേർഡ് വെർഷനിൽ ഉള്ള ഒരു മോഡാണ് ഫോക്കസ് മോഡ് കേട്ടോ. നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജിയും ഒക്കെ പഠിക്കണം കേട്ടോ. ലേറ്റസ്റ്റ് ടെക്നോളജി കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് അതുപോലൊരു ചോദ്യം വേണമെങ്കിലും വരാം. ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസേഴ്സ് ഓൺ സ്ക്രീൻ ഡിസ്ട്രാക്ഷൻസ് കേട്ടോ. അപ്പോൾ ഓൺ സ്ക്രീൻ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് ഫോക്കസ് മോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റുകളെ കാണാൻ സാധിക്കും. ഓട്ടോ ഹൈഡ്സ് ആൾ റിബൺസ് ആൻഡ് ടൂൾസ്. നമുക്ക് MS വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻ്റർഫേസ് ഉണ്ട്. അതിനകത്ത് കുറേ ടൂളുകളും അല്ലെങ്കിൽ റിബൺസിൻ്റെ ഭാഗമായിട്ടുള്ള മെനൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇതിനെല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഹൈഡ് ചെയ്യും. ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് ഡോക്യുമെൻ്റ് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുവാനായിട്ടുള്ള ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫോക്കസ് മോഡ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഫോക്കസ് മോഡ് വ്യൂ. ഇതിൻ്റെ സാധാരണ കോമൺ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് റൈറ്റിംഗ് സെഷൻ, ഡിസ്ട്രാക്ഷൻ ഫ്രീ എഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണ് ഈ ഫോക്കസ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ഫ്രീ എഡിറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മറ്റ് ഒരുപാട് ടൂൾസൊക്കെ കണ്ട് കൺഫ്യൂഷൻ ആവാതെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഫോക്കസ് മോഡ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. സ്വിച്ചിങ് ബിറ്റ്വീൻ വ്യൂസ് നമുക്ക് നോക്കാം. നമുക്ക്
ഓരോ വ്യൂസിലും സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ വ്യൂസും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വ്യൂസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ടാബ് അല്ലെങ്കിൽ മെനു എന്ന് പറയുന്നത് വ്യൂ ടാബാണ്. വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യൂസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഇന്റർഫേസ് കാണിച്ചായിരുന്നു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ. ഒരു വ്യൂ ടാബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഗ്രൂപ്പായ വ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പും അതിനകത്ത് ഉള്ള 5 തരത്തിലുള്ള വ്യൂസും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ വ്യൂ ടാബിനകത്ത് വ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പ്രിന്റ് ലേഔട്ട് വ്യൂ, വെബ് ലേഔട്ട് വ്യൂ, റീഡ് മോഡ് വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്ന സബ് ടാബുകൾ കാണാൻ സാധിക്കും. ഇവ ഓരോന്നും മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യൂവിൽ നിന്നും തൊട്ടടുത്ത വ്യൂവിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് പോകാനായിട്ടും സാധിക്കും കേട്ടോ. ഇതാ നോക്കിയേ, വ്യൂ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ഈ ടാബിനകത്ത് വ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഇത്രയും വ്യൂസ് കിടപ്പുണ്ട്. ഇവിടെ ഓരോ ഭാഗത്തും ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യൂവിൽ സ്വിച്ച് ചെയ്ത് കയറി പോകാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പുതിയ വെർഷൻസിൽ ഉള്ള ഒരു മോഡാണ് ഫോക്കസ് മോഡ്. ആ ഫോക്കസ് മോഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക കേട്ടോ. ഫോക്കസ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് എൻലാർജ് ചെയ്ത് ഓരോ ഭാഗത്തെ ഉള്ള കാര്യങ്ങളും എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ പ്രിന്റ് ലേഔട്ട് വ്യൂ. പ്രിന്റ് ലേഔട്ട് വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് Alt+Ctrl+P എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്ലൈൻ വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു കീബോർഡ് ഷോർട്ട് കട്ടാണ് Alt+Ctrl+O എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ടാണ് Alt+Ctrl+N എന്ന് പറയുന്നത്. ഇവിടെ പ്രിന്റ് ലേഔട്ടും ഔട്ട്ലൈനും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, അവിടെ പിയും ഓയും ആണുള്ളത്. ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ Alt+Ctrl+N വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റ് 2 വ്യൂസ് ആയിട്ടുള്ള ഏതാണ് വെബ് ലേഔട്ട് വ്യൂ. വെബ് ലേഔട്ട് വ്യൂവിന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. കീബോർഡ് ഷോർട്ട് കട്ട് വെബ് ലേഔട്ട് വ്യൂയിലേക്ക് കയറി പോകാനായിട്ടില്ല. ഇവിടെ പ്രിന്റ് ലേഔട്ട് വ്യൂവിനും ഔട്ട്ലൈറ്റ് വ്യൂവിനും അതേപോലെ തന്നെ ഡ്രാഫ്റ്റ് വ്യൂവിനും മാത്രമേ എന്തുള്ളൂ, ഈ കീബോർഡ് ഷോർട്ട് കട്ടുകളുള്ളൂ. നമ്മുടെ വെബ് ലേഔട്ട് വ്യൂവിനും അതേപോലെ തന്നെ റീഡ് മോഡ് വ്യൂവിനും വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് അവൈലബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും വ്യൂസ് സ്വിച്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീസ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതും അറിയുക കേട്ടോ. ദെൻ നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. വെബ് ലേഔട്ട് വ്യൂ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. ഈ വെബ് ലേഔട്ട് വ്യൂ പ്രധാനമായിട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ആൻസർ കിട്ടും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെബ് എന്നുള്ള ഒരു ടേം അവിടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഓപ്ഷൻ എ പ്രിന്റിംഗ് ദ ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി എഡിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ കോളംസ്, ഓപ്ഷൻ സി വ്യൂയിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി ഡിസൈനിങ് കണ്ടന്റ് ഫോർ വെബ് പബ്ലിഷിംഗ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഡിസൈനിങ് കണ്ടന്റ് ഫോർ വെബ് പബ്ലിഷിംഗ്. വെബ് പബ്ലിഷിംഗിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വെബ് ലേഔട്ട് വ്യൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഷോൺ. വെബ് ലേഔട്ട് വ്യൂവിൽ ചുവടെ തന്നിരിക്കുന്ന എന്ത് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മാർജിൻസ് ആണോ, ഓപ്ഷൻ ബി പേജ് ബ്രേക്സ് ആണോ, ഓപ്ഷൻ സി ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണോ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണോ? എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ, കറക്റ്റ് ആൻസർ ഏതായിരിക്കും? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. വെബ് ലേഔട്ട് വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിനകത്തുള്ള മാർജിൻസ് കാണാൻ പറ്റില്ല, പേജ് ബ്രേക്സ് കാണാൻ പറ്റില്ല, ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ഡോക്യുമെന്റിനെ ഒരു കണ്ടിന്യൂസ് ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്ത് ഒരു വെബ് പേജിനകത്ത് കാണാനായിട്ട് കഴിയും. അതിനകത്ത് മാർജിൻസോ പേജ് ബ്രേക്കോ ഹെഡറും ഫൂട്ടറോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വ്യൂ വെൻ യു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? എന്തായാലും നിങ്ങൾ പറയും എന്നുള്ളത് എനിക്കറിയാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വ്യൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വെബ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ ബി പ്രിന്റ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ സി ഡ്രാഫ്റ്റ് വ്യൂ, ഓപ്ഷൻ ഡി റീഡ് മോഡ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡിഫോൾട്ടായിട്ട് കാണാൻ സാധിക്കുന്ന വ്യൂ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഏതാണ്? ഓപ്ഷൻ ബി പ്രിന്റ് ലേഔട്ട് വ്യൂ ആണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യൂ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് പഠിച്ചു കൊള്ളുക കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വ്യൂ ഷോസ് ദ ഡോക്യുമെന്റ് ആസ് ഇറ്റ് വിൽ ലുക്ക് വെൻ പ്രിന്റഡ്?
നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത് ആ ഒരു സെയിം വ്യൂവിൽ ഉള്ള വ്യൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ വെബ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ ബി പ്രിന്റ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ സി ഡ്രാഫ്റ്റ് വ്യൂ, ഓപ്ഷൻ ഡി റീഡ് മോഡ് വ്യൂ. ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മാർജിൻ നമുക്ക് കാണാം, പേജ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും, ഹെഡറും ഫൂട്ടറും പേജ് നമ്പറും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്ന വ്യൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഓപ്ഷൻ ബി, പ്രിന്റ് ലേഔട്ട് വ്യൂ ആണ് കേട്ടോ. പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് എന്തെല്ലാം കാണാം? മാർജിൻസ് കാണാം, നമ്മൾ സെറ്റ് ചെയ്ത മാർജിൻസ് കാണാം, ഹെഡർ കാണാം, ഫൂട്ടർ കാണാം, പേജ് നമ്പർ കാണാം, പേജ് ബ്രേക്ക് കാണാം. ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചു, നമ്മുടെ MS വേർഡിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ആണ്. ഡാറ്റ എഡിറ്റിങ്ങിനും ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വ്യൂ ആണ് പ്രിന്റ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇമേജസും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മറ്റ് എലമെന്റുകളെല്ലാം പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പേജ് വ്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ഒരു ബാച്ച് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. റാങ്ക് നേടാം, റാങ്ക് ഉള്ളവർക്കൊപ്പം എന്നാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക, മികച്ച രീതിയിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ പഠിക്കുക. മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുവാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക, 8590202323 കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ ഈ ഒരു ന്യൂസ് എത്തിക്കുക. ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഉടൻ ജോയിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.